നമസ്കാരം. ബാംഗ്ലൂർ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പലപ്പോഴും പ്രധാന സ്ഥലങ്ങൾ മാത്രമായിരിക്കും മനസ്സിൽ കടന്നു വരിക. പോയ വിശേഷങ്ങൾ പിന്നീട് മറ്റാരോടെങ്കിലും പറയുമ്പോഴായിരിക്കും ആ യാത്രയിൽ മിസ് ചെയ്ത ഇടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും നന്ദി ഹിൽസിലേക്ക് പോയിട്ടുള്ളവർ നഷ്ടമാക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഭോഗ നന്ദീശ്വര ക്ഷേത്രം. വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ യാത്ര പോവുകയാണെങ്കിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഭോഗ നന്ദീശ്വര ക്ഷേത്രം. നന്ദി ഹിൽസിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളും വിശ്വാസങ്ങളും ഒക്കെയുള്ള ഒരു ആരാധനാലയമാണ്. നന്ദി ഹിൽസ് കണ്ടിറങ്ങി വരുമ്പോൾ ഒന്ന് പോയി കാണേണ്ട ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി അറിയാം. കാലത്തിന്റെ പിന്നിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഭോഗനന്ദീശ്വര ക്ഷേത്രം. നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്ന നന്ദി ഗ്രാമത്തിൽ തന്നെയാണെങ്കിലും സഞ്ചാരികൾ അധികമൊന്നും എത്തിയിട്ടില്ലാത്ത ഇടമാണ് ഈ ഭോഗനന്ദീശ്വര ക്ഷേത്രം. പൊതുഗതാഗതത്തെ ആശ്രയിച്ചു പോകുന്നവർക്ക് എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടാണെന്നത് വേണ്ടത്ര പ്രസിദ്ധി നേടിയിട്ടില്ല എന്നതും ഇവിടുത്തെ ആളുകൾ എത്തുന്നതിന് തടസ്സമാകുന്നുണ്ട്. എന്നാൽ സ്വന്തം വാഹനത്തിൽ എത്തുമ്പോൾ പോലും ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തതിനാൽ ഇവിടേക്ക് വരാറില്ല ആളുകൾ. 9-10 നൂറ്റാണ്ടുകളിൽ നിർമ്മിതമായ ഭോഗനന്ദീശ്വര ക്ഷേത്രം യഥാർത്ഥത്തിൽ 2 ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ്. ഭോഗനന്ദീശ്വര ക്ഷേത്രവും അരുണാചലേശ്വര ക്ഷേത്രവും. ശിവനായി സമർപ്പിക്കുന്ന ഇരു ക്ഷേത്രങ്ങളും അതിമനോഹരമായ രീതിയിൽ കൊത്തുപണികളും കൽപ്പണികളും എടുത്തു പൂർത്തീകരിച്ചവയാണ്. പഴയ കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ് ഈ ക്ഷേത്രങ്ങൾ. കാലങ്ങളെയും കാലാവസ്ഥയും അതിജീവിച്ച് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം ചോരപ്പാടുകളും യുദ്ധങ്ങളും ഒരുപാട് കണ്ടാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. ഈ 2 ക്ഷേത്രങ്ങളിൽ വടക്കുദിശയിലാണ് ഭോഗനന്ദീശ്വരൻ ഉള്ളത്. കർണാടകയിലെ ദ്രാവിഡ വാസ്തുവിദ്യയുടെ നൊളമ്പാവടി ശൈലി നിലനിൽക്കുന്ന ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷമാണ് അരുണാചലേശ്വര ക്ഷേത്രം ഇതിനോട് ചേർന്ന് നിർമ്മിക്കുന്നത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇരു ക്ഷേത്രങ്ങളും സംരക്ഷിക്കപ്പെടുന്നത്. ചരിത്രം പറയുന്ന ബാനാരാജ്ഞിയായ രത്നാവലിയാണ് ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. തുടർന്ന് ഗംഗാ രാജവംശം, ചോളർ, ഹെയ്സാലർ, പല്ലവ രാജവംശം, വിജയനഗര രാജാക്കന്മാർ എന്നിങ്ങനെ ഈ കാലത്ത് ഇതിനെ കീഴടക്കുകയും ഭരിക്കുകയും ചെയ്തു. ഓരോ ഭരണാധികാരികളും ഓരോ കൂട്ടിച്ചേർക്കലുകളും നടത്തിയിട്ടുണ്ട്. ശിവനും പാർവതിയും പ്രതിഷ്ഠയുള്ള യഥാർത്ഥ ഭോഗനന്ദീശ്വര ക്ഷേത്രം ബാന രാജവംശം നിർമ്മിച്ചപ്പോൾ 11ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ മേൽക്കൂര നിർമ്മിക്കുകയും 11ാം നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാർ മേൽക്കൂര നിർമ്മിച്ചപ്പോൾ ഹെയ്സല രാജവംശം ക്ഷേത്ര നിർമ്മാണത്തിനോടൊപ്പം വിവാഹ മണ്ഡപവും കൂട്ടിച്ചേർത്തു. തുടർന്ന് 11ാം നൂറ്റാണ്ടിൽ വിജയനഗര രാജാക്കന്മാരാണ് പുറമതിലും കെട്ടിടങ്ങളും ക്ഷേത്രത്തോട് കൂട്ടിച്ചേർത്തത്. വിവാഹശേഷം നവദമ്പതികൾ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമെന്ന നിലയിൽ ഭോഗനന്ദീശ്വര ക്ഷേത്രം പ്രസിദ്ധമാണ്. ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. ദീർഘദാമ്പത്യത്തിന് കീർത്തി കേട്ടിട്ടുള്ളത് കൂടിയാണ് ഈ ക്ഷേത്രം. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന വിശ്വാസവുമുണ്ട്.